നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തൃശൂരിൽ DIG ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. മാർച്ചിൽ വൻ പ്രതിഷേധമാണ് ജില്ലയിൽ അരങ്ങേറുന്നത്. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി എന്ന് ചുമത്തിയതിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്. സുരേഷ് ഗോപിയുടെ ജയവുമായി ബന്ധപ്പെട്ടാണ് കേസ് മുന്നോട്ട് പോകുന്നത്. സാധാരണ കുറ്റവാളികൾക്കെതിരെ ചുമത്തുന്ന കേസാണ് ഈ 107 വകുപ്പ്. അതാണിപ്പോൾ ചുമത്തിയിരിക്കുന്നത്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ BJP തൃശൂർ ജില്ലാ പ്രസിഡന്റായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ CPM നിർദ്ദേശപ്രകാരം പോലീസ് 107 വകുപ്പ് ചുമത്തി കേസെടുത്തതിൽ വ്യാപക പ്രതിഷേധം നേരത്തെ തന്നെ നടക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചതും കരിവന്നൂർ കേസിൽ CPM നേതാക്കൾ അടക്കം പ്രതിക്കൂട്ടിലായതുമാണ് അനീഷ് കുമാറിനെ വേട്ടയാടാനുള്ള CPM നീക്കത്തിനു പിന്നിൽ. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. സ്ഥിരമായ ആക്രമണങ്ങളിൽ പെടുന്ന ക്രിമിനലുകൾക്കെതിരെയുള്ള വകുപ്പ് BJP ജില്ലാ പ്രസിഡന്റിന്റെ പേരിൽ ചുമത്തിയിട്ടുള്ളത്. അനീഷ് കുമാറിനെതിരെ ഈ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ കാരണം എന്തെന്ന് പോലീസ് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. കേസ് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് പറയുന്നത്. തൃശൂരിൽ BJPയുടെ മുന്നേറ്റം CPMനെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വൻ വിജയം നേടിയത് CPMനെ ഞെട്ടിച്ചു കളഞ്ഞൊരു കാര്യം തന്നെയാണ്. CPM ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഒന്നാമതെത്തി. അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് പാർട്ടി കാഴ്ചവെച്ചതും. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ചുക്കാൻ പിടിച്ചത് അനീഷ് കുമാർ ആണ് എന്ന് CPM വിലയിരുത്തുന്നത്. അതോടൊപ്പം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ BJP ഇടപെടലുകളും CPMനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കേസിൽ ജില്ലയിലെ മുതിർന്ന CPM നേതാക്കൾ ജയിലിലാകുന്ന സാഹചര്യമാണുള്ളത്. കരുവന്നൂരിൽ CPM അണികൾക്കിടയിലും നേതൃത്വത്തിനെതിരെ വികാരമുണ്ട്. ഇരകൾക്ക് നീതി ആവശ്യപ്പെട്ട് BJP കരുവന്നൂരിൽ നിന്നും നടത്തിയ പദയാത്രയിൽ പതിനായിരങ്ങളാണ് അണിനിരന്നത്. ഈ സാഹചര്യത്തെ നേരിടാൻ BJP നേതൃത്വത്തെ കള്ളക്കേസിൽ കുടുക്കി ദുർബലമാക്കാനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. നിലവിൽ ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതിയല്ല അനീഷ് കുമാർ. ഏതു സാഹചര്യത്തിലാണ് 107 ചുമത്തുന്നതെന്ന് പോലീസ് വിശദീകരിക്കാൻ BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് BJPയുടെ തീരുമാനവും. ജില്ലയിലെ എല്ലാ മണ്ഡല കേന്ദ്രങ്ങളിലും ഇന്നലെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. അതിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് നടക്കുന്ന മാർച്ച്. അനീഷ് കുമാറിനെതിരായ കേസ് പിൻവലിക്കാൻ പോലീസും സർക്കാരും തയ്യാറാകണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ആവശ്യപ്പെട്ടിരുന്നതാണ്. തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിച്ചയാൾ എന്ന നിലയിലുള്ള പ്രതികാര നടപടിയാണ് കേസെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. BJPയുടെ വളർച്ചയിൽ ഭയന്ന് രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത കേസാണിതെന്നും പിൻവലിച്ചില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. കൊടകര കുഴൽപ്പണ കേസല്ലെന്നും അവിടെ കവർച്ച മാത്രമാണ് നടന്നതെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. 2 കൊല്ലം കേസ് അന്വേഷിച്ച പിണറായി വിജയന്റെ പോലീസിന് തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. കരുവന്നൂരിൽ CPMന്റെ ഉന്നതരായ നേതാക്കളിൽ പലരും പങ്കാളികളാണ് എന്നും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ഇതോടൊപ്പം കൂട്ടിച്ചേർത്തിരുന്നു.